നിങ്ങൾ സഖാവാവുക, സഖിയാവുക, പിണറായി വിജയനെ പോലെയാവുക. ഒരു പള്ളിയിലച്ചന്റെ ഉപദേശ സന്ദേശമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. വിവാഹത്തിന് ശേഷം മണ്ഡപത്തിൽ വെച്ച് വധൂവരന്മാർക്ക് നൽകുന്ന സന്ദേശത്തിലാണ് പള്ളി വികാരിയുടെ സന്ദേശം. ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട വൈദികനാണ് പിണറായി വിജയനെ പോലെയാകണം എന്ന സന്ദേശം കൈമാറുന്നത് എന്നതും കൗതുകകരമാണ്. കാരണം സംസ്ഥാന സർക്കാരുമായി അത്ര അടുപ്പം പുലർത്തുന്നവരല്ല ഓർത്തഡോക്സ് വിഭാഗം. ഓക്കിയുടെയും നിപ്പയുടെയും കോവിഡിന്റെയും കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകടിപ്പിച്ച നിശ്ചയദാർഢ്യമാണ് ഇത്തരത്തിലൊരു ഉപദേശം നവദമ്പതികൾക്ക് കൊടുക്കാൻ വൈദികനെ പ്രേരിപ്പിച്ചത്. പരസ്പരം താങ്ങായും തണലായും മാറുന്നതിനാണ് സഖാവും സഖിയുമാകാൻ അച്ഛൻ ദമ്പതികളോട് പറയുന്നത്. അതുപോലെ തന്നെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും തളരാതെ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ടു പോകുന്നതിനാണ് പിണറായി വിജയനെ പോലെ ആകണമെന്നും അച്ഛൻ ഉപദേശിച്ചിരിക്കുന്നത്, അല്ലാതെ മുഖ്യമന്ത്രിയാകാനല്ല. വലിയൊരു ആകർഷകമായ ചടങ്ങുകളൊക്കെ സംഘടിപ്പിച്ച് വെച്ച് നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന ഈ അഭിലാഷ പ്രധാനം. എന്നെപ്പോലുള്ള ഒരാൾ പറയും, നിങ്ങൾ നല്ല സഖാക്കന്മാരും സഖികളുമാണ്. എന്റെ ഒരു സ്വഭാവം വെച്ച് പറയുന്നത് നല്ലൊരു സഖാവുക, നല്ലൊരു സഖിയാവുക. ഭാര്യയും ഭർത്താവും ആവുക എന്നത് എളുപ്പമാണ്. ഭാര്യ ഭരിക്കപ്പെടേണ്ടതാണ്, ഭർത്താവ് അവളെ ഭരിക്കാൻ എളുപ്പമാണ്. ഭർത്താവ് കർത്തൃത്വം നടത്തേണ്ടവനാണ്, അവരുടെ മേൽ അധികാരിയായി മാറാൻ എളുപ്പമാണ്. എന്നാൽ ഒരു കൂട്ടുകാരനും കൂട്ടുകാരിയുമാവുക എന്നത് പ്രയാസമുള്ള കാര്യം. അതുകൊണ്ട് ഒരു നല്ല സഖാവാവുക, നല്ല സഖിയാവുക. ഈ കാലത്തിന്റെ ഏറ്റവും മനോഹരമായ ചൊല്ല് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പിണറായി വിജയനെ പോലെയാവുക എന്നതാണ്. നിങ്ങൾ പിണറായി വിജയനെ പോലെയാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അറിയാമോ? എത്രയെല്ലാം പ്രതിസന്ധികൾ വന്നാൽ തളരാതിരിക്കുക, പ്രാതിനിധ്യങ്ങൾ വന്നാൽ തകർന്നു പോകാതിരിക്കുക. നിങ്ങൾ പിണറായി വിജയനാവുക. കാരണം മലയാളത്തിന്റെ ഇന്നത്തെ ചൊല്ല് ഈ കാലഘട്ടം, ഈ കോവിഡ് കാലം നമ്മൾ എങ്ങനെ നേരിടണം എന്നതിന്റെ ഉത്തരം ഈ മുഖ്യമന്ത്രിയാകാനല്ല നാം പറഞ്ഞത്, പിണറായി വിജയനാണ് പറഞ്ഞത്. ഇനി അവിടെ ചെറുത്ത വിരോധത്തിൽ എനിക്ക് സെക്രട്ടേറിയറ്റോടൊന്നും മക്കളെ അതല്ല. സുസ്ഥിര മനസ്സിലാവും, പ്രതിസന്ധികളെ നേരിടാൻ കഴിയില്ല. ഈ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനമായ നിങ്ങൾക്ക് ഞാൻ വരുന്നത് പുരാണ സന്ദർഭത്തിലുള്ള ആശയം. ഋഗ്വേദ കാലം മുതൽ നമ്മുടെ പെൺമക്കളെ വിവാഹം ചെയ്ത് അയക്കുമ്പോൾ മാതാക്കൾ അവരുടെ വലതുകാലത്ത് ഒരു പാറപ്പുറത്ത് വെച്ചിട്ട് പറയും, അസ്മേവക്കം സ്ഥിരാഭവം, ഈ കല്ല് പോലെ ഉറച്ചു നിൽക്കണം. You're watching New India Vision.